ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു ലോങ് വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാശ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ആകാശക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു, മിയാക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളെല്ലാം അങ്ങനെ പോകുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് അടിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമേ. പിന്നെ രാവിലെ എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടിക്ക് ആകാശവും രാവിലെ ആകാശമൊക്കെ ഫുഡൊക്കെ കൊടുത്തു വിട്ടു. എന്നിട്ട് കുറച്ച് നേരം വീൽ ചെയർ ഇരുത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പം രാത്രി ഒരു ചെറിയ തണുപ്പുണ്ടെങ്കിലും പകൽ നല്ല ചൂടാട്ടോ. അപ്പോൾ നമ്മൾ ആ വീൽ ചെയർ ഇരിക്കുന്ന മെറ്റീരിയൽ ഒരിത്തിരി ചൂടുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇരുത്തിയിട്ട് പാവം തോന്നിയിട്ടോ. ഈ ബെൽറ്റും വയറ്റിലൊരു ബെൽറ്റ്, നടുവിലൊരു ബെൽറ്റ്, കഴുത്തിൽ 2 ബെൽറ്റ്, മടിയിൽ ബെൽറ്റ്, അങ്ങനെ എല്ലാം കൂടി ഇട്ട് ആ കുഞ്ഞിനെ ഇരുത്തുമ്പോൾ എനിക്ക് കണ്ടിട്ട് എന്നെ ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുത്തി. എന്നിട്ട് ഞാൻ അവളെ മോൾ കുറച്ച് നേരം കിടന്നൊന്നും പറഞ്ഞ് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല വിശാലമായി ഞാൻ കിടത്തിയിട്ടോ. TV ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലോട്ട് കയറിയത് കേട്ടോ. അടുക്കളയിൽ കുക്ക് ചെയ്ത് പകുതി ആയപ്പോഴാണ് ഞാൻ ഓർക്കുന്നിട്ട് എൻ്റെ തലയിലിരിക്കുന്ന ഡിഷ് ആൻറ്റിനി എടുത്ത് മാറ്റില്ല എന്ന്. ഈ ധൃതി പിടിച്ച ജോലി ചെയ്യുന്ന സമയത്ത് കണ്ണി വന്ന് മുടി വീഴുമ്പോഴാണ് നമുക്ക് ആ ദേഷ്യം വരുവേ. ആ സമയത്ത് എടുത്ത് വെച്ച് കേട്ടോ മിയാമ്മോടെ ഹെയർ ബാൻഡ് അതെടുത്ത് തലയിൽ വെച്ചിരുന്നു. അപ്പം കുറേ കഴിഞ്ഞപ്പോഴാണ് വീഡിയോ നോക്കിയപ്പോഴാണ് ഈ ഹെൽമെറ്റ് എടുത്ത് മാറ്റിയില്ലല്ലോ. ഞാൻ അതെടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിന് അങ്ങോട്ട് വിസിലടിക്കാൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വട്ടമായിട്ടോ വിസിലടിച്ച് ഞാനിത് വേവിക്കുന്നത്. നമ്മൾ ഒറ്റ ട്രിപ്പ് ഇത് വേവിച്ച് കഴിഞ്ഞാൽ അത് വേവത്തുമില്ല. പിന്നെ ആ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ഇത്തിരി നല്ലതായിട്ട് വേവണം. പിന്നെ ആകാശയുടെ അച്ചയ്ക്കും വേവണം കേട്ടോ. ആര് വെന്തില്ലെങ്കിൽ ഇവിടെ വഴക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ആദ്യം ഞാനൊരു 4 വിസിലടുപ്പിക്കുവേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം എയർ പോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാനൊരു 2 വിസിലോട് അടുപ്പിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേവുള്ള അരിയാണെന്നെങ്കിൽ അത് കുറച്ച് നേരം ഈസി ആയിരിക്കും. നമ്മൾ ഒറ്റയടിക്ക് ഈ 10-15 വിസിലടിക്കുന്നതിന് പകരം ഒരു 4-5 വിസിലടിച്ചിട്ട് അതിൻ്റെ ചൂടും എയറെല്ലാം പോയി കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ടാമത് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത്തിരി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അരി വിസിലടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തോട്ട് ഞാൻ വൻപയർ തോരൻ വെക്കാമെന്നാണ് കേട്ടോ പ്ലാന്. അപ്പോഴാണെങ്കിൽ ഇന്നലെ ഞാൻ വെച്ച അത് കേരമീൻ കറി ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി ഒരു തോരനും കൂടെ ആകുമ്പോൾ ഒരു ഫിനിഷിങ് ആവുമല്ലോ. അത് അച്ചാറില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് വൻപയർ തോരനെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൂടെ വേവിക്കാൻ വേണ്ടി കുക്കറിൽ അങ്ങോട്ട് എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചാൽ രാവിലെ ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തി സാമ്പാറുമായിരുന്നേ. അപ്പോൾ ഞാൻ സാമ്പാർ എടുത്തില്ല, കാരണം ചമ്മന്തി വൈകിട്ട് ആകുമ്പോഴത്തേക്ക് അത് കേടായിപ്പോവും. അതുകൊണ്ട് ചമ്മന്തി ഫുൾ ഒഴിച്ച് അതങ്ങ് കാലിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ കുട്ടീനെ കിടത്തി എന്നിട്ട് ഞാൻ അവിടെ പോയിരുന്ന് അവളെ നോക്കിയിരുന്നിട്ട് ഞാൻ ഇഡ്ഡലി കഴിക്കും കേട്ടോ. ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ ഒത്തിരി പാത്രം കഴുകുണ്ടായിരുന്നു. കാരണം രാവിലെ ചമ്മന്തിയുടെയും ഇഡ്ഡലിയുടെയും പിന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം 2 ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ. 2 ബിസ്ക്കറ്റും ബ്ലാക്ക് ടീയും കൂടെ കുറച്ച് കൊടുക്കും. കാരണം അത് കൊടുത്ത് കിടത്തിയിട്ടെങ്കിലേ എനിക്ക് ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ അതിനൊരു എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ എടുക്കും കേട്ടോ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരുന്നു, ആ കുഞ്ഞിന് ബിസ്ക്കറ്റ് കൊടുത്തതൊക്കെ. അപ്പോൾ അത് ഞാൻ അന്നേരം കഴുകില്ല കേട്ടോ, അതവിടെ ഇട്ടേക്കത്തുള്ളൂ. അത് കഴുകാൻ പോയാൽ പിന്നെ ലേറ്റാവും കുഞ്ഞിന് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിച്ചിട്ടോ പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ കുറേ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു ലോഡ് പാത്രം പിന്നെ എനിക്ക് മടിയാവും. പിന്നെ അങ്ങോട്ട് അടുക്കളയിലോട്ട് നോക്കാനേ ഒരു ഇഷ്ടം വരില്ല. എല്ലാവരും പറയും കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പോഴപ്പോഴേ കഴുകി വെച്ച് കഴിഞ്ഞാൽ അപ്പോഴപ്പോഴേ കഴുകാൻ പോയി കഴിഞ്ഞാൽ ബാക്കി പണി നടക്കണേ അല്ലേ ആകാശമുള്ള എൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടല്ലേ ഡി. എനിക്ക് മോള് പറ, ഈ ആകാശം എന്തെങ്കിലും പണി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു അല്ലേ ആ കുട്ടി. ഒരു ഹെൽപ്പില്ലാത്തൊരു കുട്ടി അല്ലേ ഡി. അത് കഴിഞ്ഞിട്ട് ഞാൻ പയറുതോരൻ വെക്കാൻ വേണ്ടി തേങ്ങ തിരുമ്മി അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെന്താടി ഞാനിട്ടെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് തേങ്ങ ഇട്ടിട്ട് ഒരുപാട് അരക്കില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകോടി ഇട്ട് കൊടുക്കും കേട്ടോ. കാരണം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ റെഡ് കളറിരിക്കും, മഞ്ഞ കളറിരിക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടില്ല, പച്ചമുളക് കേട്ടോ ഇട്ടത്. കുറച്ച് കറിവേപ്പില ഇട്ടു കേട്ടോ ഒരു ടേസ്റ്റ് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ അരച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇങ്ങനെ ഈ ഒരു പരുവം മതി കേട്ടോ, ഒത്തിരി അരയണ്ട കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പയറെടുത്ത് നോക്കിയപ്പം
ആദ്യം ഞാനൊരു 4 വിസിലെടുത്ത് അടിച്ചിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ റെഡി ആയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ 2 വിസിലൂടെ അടുപ്പിച്ചേട്ടാ. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അടിച്ചിട്ടാട്ടോ ഇപ്പോൾ ഇത് എത്രയെങ്കിലും വെന്ത് കിട്ടിയത്. എന്താണെന്നറിയില്ല, ഇനി വിസിലടിക്കുന്ന എനിക്ക് എണ്ണം തെറ്റുന്നതാണോ പയറിൻ്റെ അരിയുടെയും കുഴപ്പമാണോ എന്നറിയില്ല. എത്ര വിസിലടിച്ചാലും ഇതുങ്ങളൊന്നും വേവത്തില്ല വന്ന് അല്ലേ ആകാശ്? ഒന്നാമത് മനുഷ്യർക്ക് സമയമില്ല, അതിൻ്റെ ഇടയ്ക്കൂടെ ഇതിൻ്റെ കൂടെ ഗുസ്തി പിടിക്കണം അല്ലേ ആ കുട്ടിയെ? ഈ ആകാശമാട്ടെ എനിക്ക് എണ്ണി പറഞ്ഞു തന്നെ. അപ്പോൾ അവൾ തെറ്റിച്ചാണെന്നാണ് എൻ്റെ ബലമായ സംശയം. ആണോ ആകൂ? അവൾ ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തോരൻ വെക്കാനുള്ള പരിപാടിയിലാട്ടോ. അത് കടു പൊട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പയറിലെ വെള്ളം മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് പയർ മാത്രമേ തട്ടിയിടുള്ളൂ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അരപ്പൊഴിക്കാൻ നേരത്ത് അത് നേരെ ഇരിക്കുക കൂട്ടി അരപ്പിട്ടിട്ട് പിന്നെ ഞാൻ ആ വെള്ളം കൂടെ അതിലൊഴിച്ചിട്ട് കഴുകി അതിലൊഴിക്കത്തേ ഉള്ളൂ കേട്ടോ. കാരണം അപ്പോൾ പിന്നെ നമുക്ക് ഈ പയറിലെ വെള്ളം തന്നെ ഒഴിക്കാമല്ലോ, വേറെ വെള്ളം ഒഴിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് തന്നെ കടുക് കൂട്ടി ആകാശമുള്ള അതിൻ്റെ ഇടയ്ക്കൊന്ന് മൂളിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെ കറിവേപ്പില വെച്ചേക്കുന്ന കഴുകിയിട്ട് ഇങ്ങനെ ഡബ്ബയിലിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഞാൻ അതിൽ നിന്ന് പറക്കിയെടുക്കുവാണ്. ഇങ്ങനെ 2-3 ഡബ്ബയിൽ കഴുകി ഇങ്ങനെ പ്ലാസ്റ്റിക് ഡബ്ബയിൽ താടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മേളിൽ ഇങ്ങനെ വെക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയോളം ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് കഴുകേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഞാൻ കഴുകി വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ജസ്റ്റ് അത് എടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ എളുപ്പമാവും. എന്നിട്ട് അന്നേരം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അതുമല്ല ഇപ്രാവശ്യം എനിക്കൊരു വലിയ കറിവേപ്പില കിട്ടിയത്. അപ്പോൾ അത് ഞാൻ 2ആയിട്ട് കീറിയിടും കേട്ടോ, അല്ല വലുതായിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ അതും റെഡിയാക്കി. അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് ആദ്യം പയറിട്ട് അത് കഴിഞ്ഞിട്ട് അരപ്പിടും. എന്നിട്ട് അരപ്പ് കഴുകി ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ മീൻകറി ആട്ടോ. എല്ലായിടത്തും ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോഴാട്ടോ എടുത്ത് പുറത്ത് വെക്കുന്നത്. മോരുകറി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടേ. അങ്ങനെ തോരൻ വെക്കാനുള്ള പോലെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആകാശൂട്ടിനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഇവർക്ക് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു, 2 മരുന്ന് കൊടുക്കാനുണ്ട് ബാക്ക്ലോഗ് ലെപ്പിലും. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കും കേട്ടോ. ഓരോ പരിപാടി കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് മൂക്കൊരു മരുന്ന് കൊടുത്തിട്ട് അപ്പോഴേ കിടത്താൻ പറ്റില്ല. കുറച്ച് നേരം തട്ടി പുറത്തൊക്കെ കൊണ്ടുപോയി കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് കിടത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് കാണാം. ഒരു മെഡിസിൻ ആണെങ്കിൽ പാലിലും, ഒരു മെഡിസിൻ ആണെങ്കിൽ അല്ലാണ്ടായിട്ടാണ് കൊടുക്കുന്നത്. ഈ പാലും മെഡിസിൻസ് ഒന്നും ചേരത്തുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ആകാശമൊക്കെ ഒട്ടും ചെയ്യില്ല കേട്ടോ. ഇവിടെ ആദ്യം ഹോസ്പിറ്റലിൽ സുഖമില്ലാണ്ട് ICU കിടന്ന സമയത്ത് അവരാണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം ഇവർക്ക് ട്യൂബിൽ കൂടെ ആയിരുന്നു, പെഗ് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു, വയറ്റിൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയായിരുന്നു കേട്ടോ ഇവർക്ക് മെഡിസിൻ എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർ എല്ലാ മെഡിസിനും കൂടെ ഒരുമിച്ച് കൊടുക്കുമായിരുന്നു. ചിലത് പാലിൻ്റെ കൂടെ കൊടുക്കും, ചിലത് ഈ മെഡിസിൻ എല്ലാം. കാരണം അവർ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവക്കാണെങ്കിൽ ആകാശമൊക്കെയാണെങ്കിൽ ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഫുള്ള് പൊട്ടി ഭയങ്കര പ്രശ്നമായി. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം ICUവിൽ പോയി കാണാൻ പറ്റും. അവിടെ സമയമുണ്ട്. നമ്മുടെ അമ്മമാർക്ക് എപ്പോഴും, അമ്മയ്ക്കും അച്ഛനാണെങ്കിൽ എപ്പം വേണമെങ്കിലും കയറി കാണാം, ബാക്കിയുള്ളവർക്ക് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നിൻ്റെ കാര്യമാണ് പറയണേ, അവൾ മൂളുന്നു. അപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ ഇങ്ങനെ ലൂസ് മോഷനായിട്ട് ഇങ്ങനെ ഫുള്ള് ഡ്രൈ ഒരുമാതിരി ആയിട്ടിരിക്കുമായിരുന്നു. ആ സ്ഥലത്തൊക്കെ പൊട്ടി. അപ്പോൾ നമ്മൾ നോക്കി എന്താ ലൂസ് മോഷൻ, ഇവരും എല്ലാം ചെക്ക് ചെയ്യുന്നത് എന്താണെന്നറിയില്ല. അപ്പോഴാണ് ഒരു സമയത്ത് അച്ഛൻ കാണുന്നത് ഈ മെഡിസിൻ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുന്ന കാണുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഈ മെഡിസിൻ എല്ലാം പല മെഡിസിനും പല റിയാക്ഷനാണല്ലോ. അപ്പം നിങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ അതെങ്ങനെയാണ് സെറ്റാവുന്നത്? ദയവേത് നിങ്ങളിത് സെപ്പറേറ്റ് കൊടുത്തു നോക്കുക. കാരണം ഒരു 5 മിനിറ്റോ 10 മിനിറ്റ് ഇടവിട്ടോ അല്ലെങ്കിൽ പാലിൽ കൊടുക്കുന്നത് സെപ്പറേറ്റ് അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലൂസ് മോഷൻ നിൽക്കി, നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, ഞങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഈ അച്ഛക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, എന്താ പറയാനുള്ളതെന്ന് അപ്പം തന്നെ മുഖത്ത് നോക്കി പറയട്ടെ, പിന്നത്തേക്ക് വെച്ചുകൊണ്ടിരിക്കില്ല. എനിക്കാണെങ്കിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായും പൂട്ടി നിൽക്കത്തേ ഉള്ളൂ കേട്ടോ. അവനെ എപ്പോഴും വഴക്കുറഞ്ഞു. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞ് എല്ലാവരെയും പോലെയല്ല എൻ്റെ കൊച്ച്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത്. പല കുഞ്ഞുങ്ങളും പല രീതിയിലാണ്, അവരുടെ പല ബോഡിയിലുള്ള റിയാക്ഷനും എല്ലാം പല രീതിയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെപ്പറേറ്റ് ഈ മെഡിസിൻ എല്ലാം കൂടെ, കാരണം 7-8 മെഡിസിൻ ഉണ്ട്, ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കാതെ സെപ്പറേറ്റ് ആക്കി കൊടുത്ത് നോക്ക്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞേ. എന്തോ അന്ന് നൈറ്റിൽ നിന്ന് ജൂനിയർ ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞെങ്കിൽ ശരി, അവർ പറയുന്ന മാതിരി നമുക്ക് ചെയ്ത് നോക്കാം.
അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ ഡോക്ടർ എന്തായാലും സമ്മതിച്ചു കേട്ടോ. അങ്ങനെ അവർ അങ്ങനെ കൊടുത്തു നോക്കിയിട്ട് മെഡിസിൻ സെപ്പറേറ്റ് കൊടുത്ത് പിന്നെ ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ഒരുമിച്ച് കൊടുക്കാതെ പാല് കൊടുക്കാതെ സെപ്പറേറ്റ് അങ്ങനെ കൊടുത്ത് നോക്കിയപ്പോൾ മോഡൽ ലൂസ് മോഷൻ നിന്നൂന്നേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ കണ്ടോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, കാരണം നിങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ അതേപോലെ ട്രീറ്റ് ചെയ്യരുത്. കാരണം പല കുഞ്ഞുങ്ങളും പല രീതിയിലുള്ളവർ, അവരുടെ കണ്ടീഷൻ ഇപ്പോൾ ബ്രെയിൻ പ്രോബ്ലം ആണെങ്കിലും എന്ത് പ്രോബ്ലം ആണെങ്കിലും അവരുടെ ഓരോരുത്തരുടെയും കണ്ടീഷൻ വ്യത്യാസമായിരിക്കും. നിങ്ങൾക്ക് ഈ മെഡിസിൻ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെക്കാട്ടി അവരുടേതായ ഒരു ഇതുണ്ടല്ലോ ബോഡിയുടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പിള്ളേരെയും ഒരേപോലെ നോക്കില്ല, പലരും പല രീതിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അച്ഛൻ അങ്ങോട്ട് ക്ലാസ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ ലാസ്റ്റ് സോറിയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ എന്തായാലും എന്നിട്ട് അച്ഛൻ പറഞ്ഞ് ഏതായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കാൻ തോന്നിയത് തന്നെ വലിയ ഉപകാരമെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ കേട്ടോ ഇവക്കടെ കാര്യം. അതുകൊണ്ട് ഇവക്ക് മെഡിസിൻ കൊടുക്കുക എപ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ഒരു മെഡിസിൻ കൊടുത്ത് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പാല് കൊടുക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് സമയം വെയിറ്റ് ചെയ്ത്. കാരണം സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ എത്രയും വർഷവും ഇവിടെ മെഡിസിൻ ആണെങ്കിൽ ഫുഡാണെങ്കിൽ പോലും നമ്മൾ വിരുദ്ധാഹാരങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ നല്ല കെയർ എടുത്തിട്ടാട്ടോ ഒരു ആഹാരം കൊടുത്തിട്ട് ഇത്ര സമയം കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കൊടുക്കത്തില്ല. വെള്ളമാണെങ്കിലും അതനുസരിച്ച് ഒരുപാട് കെയർ എടുത്തായിട്ട് ഇപ്പോൾ ഫുഡാണെങ്കിൽ എന്താണെങ്കിലും കൊടുക്കണേ. കാരണം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇവൾക്ക് പെട്ടെന്ന് തന്നെ ലൂസ് മോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അതനുസരിച്ചിട്ടാട്ടോ കെയർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ നമ്മൾ ഓരോ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ആഘോഷൂട്ടിയപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് ഒന്നാമത് വാതുറന്ന് പറയാനറിയില്ല. പെയിനുണ്ടോ വേദനയുണ്ടോ എന്താ അവർക്ക് പ്രശ്നമെന്ന് ആശുമോക്കാണെങ്കിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട് മോക്കെ ഇവിടെ വേദനയുണ്ടോ അവിടെ വേദനയുണ്ടോ, ചില സമയത്തൊക്കെ കരയുമ്പോൾ. അപ്പോൾ അവൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് സങ്കടം, എൻ്റെ ദൈവമേ ഒന്ന് വാ തുറന്ന് പറയാൻ കുഞ്ഞിന് പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിതെല്ലാം സങ്കടപ്പെടാൻ ആഗ്രഹിക്കാൻ ചെയ്യാം, അല്ലാതെ എന്താ ചെയ്യല്ല. ബ്രെയിൻ്റെ പ്രോബ്ലത്തിന് ദൈവം തന്നെ തൊട്ട് വെക്കുമെന്നാട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അതേ ഒക്കത്തുള്ളൂ, നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. പിന്നെ എന്തിനൊക്കെയോ മെഡിസിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യം ഈ ബ്രെയിനിൽ പ്രോബ്ലം ഉള്ള കാര്യങ്ങൾക്ക് കർത്താവ് എന്തെങ്കിലും ഒരു മെഡിസിൻ ദൈവമേ നീയായിട്ട് കണ്ടുപിടിച്ചു. കാരണം എത്ര കുഞ്ഞുങ്ങളാണെന്നറിയാം. കാരണം അവരെ നമ്മൾ ഈ ഒരു നിമിഷമോ ഈ 2 നിമിഷമോ 10-15 മിനിറ്റ് കാണുന്ന മാതിരി അല്ല കേട്ടോ. ആ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. കാരണം എനിക്കതറിയാം, എന്നെ പോലെ കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാർക്ക് അവരുടെ രീതി മനസ്സിലാവും. പക്ഷേ ഇനി ഒരാൾക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം അവർ ഇത്ര സിമ്പിളല്ല, അങ്ങനെ ചെയ്താൽ പോലും ഇങ്ങനെയല്ല. ഇവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടെ നിന്ന് ചെയ്തു കൊടുത്തങ്ങളെ ഒക്കെയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളും അത് ശ്രദ്ധിക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോഴാണെങ്കിലും ഫുഡ് കൊടുക്കുമ്പോഴാണ് നോർമലായിട്ട് കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാം നിങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോറും വെച്ച് തോരനും ആയിട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ പാമ്പേഴ്സ് പുറത്താട്ടോ കവറിൽ കൊണ്ടുവെക്കുന്നത്. കാരണം ഇവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വരുക. അപ്പോൾ അവർക്ക് എല്ലാം ഫുഡിൻ്റെ ഐറ്റംസ് ആണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും പാമ്പേഴ്സ് ആണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോളുടെ പാമ്പേഴ്സൊക്കെ ഞാൻ പുറത്താട്ടോ വെച്ചേക്കുന്നത്. മോശം പോകുന്നതും എല്ലാം പുറത്ത് വെച്ചേക്കും കേട്ടോ. എന്നിട്ട് ആ വേസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അങ്ങനെ കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ആകെപ്പാടെ ഒരു ഇച്ചിണിയും ഒരു ചെടിയും ഉണ്ട് കേട്ടോ. അതിന് ഒരു മണി പ്ലാന്റ്. അപ്പോൾ അതിനുണ്ടെന്ന് വെള്ളം ഒഴിക്കുന്ന പരിപാടി കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ താഴെ വണ്ടി വന്ന് എന്തോ സൗണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആകാശം എടുത്ത് പറഞ്ഞാൽ ആകാശമുള്ള അച്ഛനാണെന്ന് പോയി നോക്കിയിട്ട് പറ്റടി എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ നോക്കാൻ പോകും. താഴെ പോകുന്നത് വെച്ചാൽ താഴെയല്ല കേട്ടോ, ആ 2 സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മേളിൽ താഴോട്ട് നോക്കി അറിയാൻ പറ്റും അച്ഛയുടെ വണ്ടിയാണോ വന്നത്. ഞാൻ പോയി നോക്കിയപ്പോൾ അത് അച്ഛനൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകാശമുള്ള അച്ഛയല്ലടി വന്നേന്ന്. ഞാൻ പോവുകയാണെങ്കിൽ പോയിട്ട് തിരിച്ച് വരുന്ന വരെ എന്നെ നോക്കി ഈ വാതിലോട് നോക്കിയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അച്ഛ ഉയർത്തിയ പതാകയാണ് കേട്ടോ, അവിടെ ദേശീയ പതാക കേട്ടോ അവിടെ ഇരിക്കുന്ന സ്വാതന്ത്ര്യദിനത്തിന്. അങ്ങനെ ഞാൻ പോയിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ആകാശമോളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും നല്ല നല്ല അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.